നാദാപുരം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM അഭിജിത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി GCC KMCC നാദാപുരം മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹയാത്ര ആവേശകരമായി. കക്കംവള്ളിയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ തൂവെള്ള വസ്ത്രം ധരിച്ച നൂറുകണക്കിന് KMCC പ്രവർത്തകർ അണിനിരന്നു. നാദാപുരം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 55 വർഷമായിട്ടുള്ള വികസന മുരടിപ്പിനെതിരെയാണ് ഈ പ്രാവശ്യത്തെ വോട്ട്. അതിന്റെ പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഈ സ്നേഹ സന്ദേശ യാത്ര നടക്കുന്നത്. നാദാപുരം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പ്രവാസികളുടെ നാടാണ്. ഇന്ന് നാദാപുരത്ത് കാണുന്ന സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം പ്രവാസികളാണ്. പണ്ട് വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പായക്കപ്പലിൽ മറ്റ് പ്രവാസ ലോകത്ത് പോയി അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇന്ന് ഈ കാണുന്ന നാദാപുരത്തിന്റെ. ഇന്നേ വരെയായിട്ട് ഗവൺമെന്റ് വകയിൽ അല്ലെങ്കിൽ ഈ LDF കഴിഞ്ഞ 55 വർഷമായിട്ട് ഇവിടെ ഭരിച്ചിട്ട് ഒരു വികസനം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ജനങ്ങൾ അത് തിരുത്തുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാസികൾ ചെറിയൊരു അനൗൺസ്മെന്റ് കൊടുത്തപ്പോൾ ആയിരക്കണക്കിന് പ്രവാസികളാണ് ഈ സ്നേഹ സന്ദേശ യാത്രയിൽ നാദാപുരത്തിന്റെ മാറ്റം അനിവാര്യമാണെന്ന് വിളിച്ചോതുന്ന ഒരു സ്നേഹയാത്രയാണ്.
നാദാപുരം ടൗണിലൂടെ കസ്തൂരികുളത്ത് യാത്ര സമാപിച്ചു. സ്ഥാനാർത്ഥി അഭിജിത്തും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ MLAയും യാത്രയ്ക്കൊപ്പം സഞ്ചരിച്ചു. സമാപന സമ്മേളനം ഡോക്ടർ എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരമേൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും നാദാപുരം ഉൾപ്പെടെയുള്ള പല നിയോജക മണ്ഡലങ്ങളും ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നും മുനീർ പറഞ്ഞു. റോഡ് ഷോയിലൂടെ ഒരു കാര്യം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അഭിജിത്ത് നാദാപുരത്തിന്റെ ജനപ്രതിനിധിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പതിറ്റാണ്ടുകളായി മുരടിച്ചു പോയിട്ടുള്ള വികസനത്തെ ഇവിടെ കൊണ്ടുവരാനും അതിലൂടെ ഒരു പുതിയ നാദാപുരത്തെ സൃഷ്ടിക്കാനും അഭിജിത്തിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ടീം UDF ഒന്നിച്ച് പ്രവർത്തിച്ച് 100 സീറ്റുകൾ വാങ്ങുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് 100 സീറ്റുകൾ എണ്ണുമ്പോൾ ആദ്യം എണ്ണുന്ന കൂട്ടത്തിൽ നാദാപുരം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെടും. ഇവിടെ നിന്നും അഭിജിത്ത് നിയമസഭയിലേക്ക് പോകും എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇടതുപക്ഷത്തിന്റെ കൈകളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുള്ള പ്രവർത്തകന്മാർ ഇപ്പോൾ സഹികെട്ട് അഭിജിത്തിന്റെ കൂടെയാണ്, അവരുടെ മനസ്സും ഹൃദയവും ഒക്കെ എന്ന് ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഭിജിത്ത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും വലിയ ഒരു യാത്ര ഈ തെരുവീഥികളിലൂടെ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇത് ഗംഭീര വിജയമാക്കിയ KMCCക്ക്, ഗ്ലോബൽ KMCCക്ക് എൻ്റെ 100 അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവാസികൾ ഏറ്റവും അധികമുള്ള മണ്ഡലം നാദാപുരം മണ്ഡലമാണ്. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നു കഴിഞ്ഞാലും ഒരു നാദാപുരംകാരന് കൈ കൊടുക്കാതെ തിരിച്ചു വരാൻ പറ്റാത്ത വണ്ണം പ്രവാസ ലോകത്ത് അതിശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യമായ പ്രവാസികൾ ഇതാ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാദാപുരത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് 100 അഭിനന്ദനങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ചെയർമാൻ KP മുഹമ്മദ് അധ്യക്ഷനായി. UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സൂപ്പി നരിക്കാട്ടേരി, കൺവീനർ മോഹനൻ പാറക്കടവ്, മുഹമ്മദ് ബംഗ്ലത്ത്, MP ജാഫർ മാസ്റ്റർ, MP സൂപ്പി, VV മുഹമ്മദ് അലി, വലിയാണ്ടി ഹമീദ്, സാലിഹ് പുതുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നസീർ കുനിയിൽ, റിയാസ് ലൂളി, CC ജാദിയേരി, ഹാരിസ് കോമത്ത്, സൂപ്പി പാതിരപ്പറ്റ, ഏരത്ത് അബൂബക്കർ, ഹസൻ ചാലിൽ, ഹാഷിം തങ്ങൾകുളത്തിൽ, അബൂ ചിറക്കൽ, ഇസ്മായിൽ എളമടത്തിൽ, റാഷിദ് പൊന്നാണ്ടി, ഷംസു മടോംപൊയിൽ, അഷ്റഫ് പറമ്പത്ത്, നംഷി പുത്തൻപുരയിൽ, നൌഫൽ KP, VV സൈനുദ്ദീൻ, നൌഷാദ് KV, മൂസ കോയമ്പ്രം, ബഷീർ വാണിമേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൽ തന്നെ ഇങ്ങനെ KMCC ഏറ്റെടുത്തൊരു സ്ഥാനാർത്ഥികളിൽ ഒന്നായി മാറിയതിലുള്ള സന്തോഷം പങ്കുവെക്കുക പക്ഷെ എനിക്ക് മാത്രം ലഭിച്ചൊരു ഭാഗ്യമായിരിക്കാം ഇത്. KMCCയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് കേഡേഴ്സ് ആണ്, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അത് 1ഉം 2ഉമല്ല 100 കണക്കിന് പ്രവർത്തകരെ വെച്ച് ഇതുപോലൊരു റാലി സംഘടിപ്പിച്ച KMCCയെ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകില്ല. നന്ദി നിങ്ങളോട് വാക്കിൽ ഒതുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളോട് നന്ദിയുണ്ട്, അത് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ചുരുക്കം. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരുപക്ഷെ ഈ ഒരു അനുഭവം എനിക്ക് മാത്രം സമ്മാനിച്ച KMCCയെ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം ഇത് നാദാപുരമാണ്. ഈ നാദാപുരത്തിന്റെ മണ്ണിൽ പ്രവാസികളാൽ ഇപ്പം കേരളത്തിന്റെ ഖജനാവ്, ആ ഖജനാവിലേക്ക് വലിയൊരു ശതമാനം സംഭാവന ചെയ്യുന്നവർ നമ്മളുടെ പ്രവാസികളാണ്. കേരളത്തിലെ പ്രവാസികളാണ് ഈ ഖജനാവിനെ പിടിച്ചു നിർത്തുന്നത്. ആ പ്രവാസികളിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഇടം നമ്മളുടെ നാദാപുരമാണ്. ആ നാദാപുരത്ത് നിന്ന് ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന, ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന
സ്വന്തം നാടിനും വീടിനും വേണ്ടി കഷ്ടപ്പെട്ട് ഇവരിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന എല്ലാ പ്രവാസികളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് രാവിലെ എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനെ ഞാൻ കണ്ടപ്പോ, ഒരു KMCCയുടെ പ്രവർത്തകനാണ്, രാവിലെ കണ്ടപ്പോ പുള്ളി മരുതോങ്കരയാണ്. പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ എത്തി. ഇപ്പൊ ചോദിച്ചപ്പോ 2 മാസത്തെ ശമ്പളം കമ്പനിയിൽ നിന്ന് മുൻകൂർ വാങ്ങി ആ പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വോട്ട് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് നിങ്ങളോട് നന്ദിയോടെ നിങ്ങൾ ഓർക്കേണ്ടത് എന്നറിയില്ല. നോക്കണം, നിങ്ങൾ 2 മാസത്തെ ശമ്പളം മുൻകൂട്ടി വാങ്ങി അതിന്റെ ടിക്കറ്റ് എടുത്ത് 300 റിയാൽ ഉണ്ടായിരുന്ന 3000 റിയാലാണ് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ വരികയാണ്. ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ എത്ര ഗൗരവത്തോടെ നിങ്ങൾ കാണുന്നു എന്നതാണ്. നാട്ടിലെ തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് നെഞ്ചേറ്റിയവർ നിങ്ങളാണ് എന്ന് അഭിമാനത്തോടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആളുകൾ, കഴിഞ്ഞ 3-4 ദിവസക്കാലങ്ങളായി ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ആളുകൾ, വരാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഏതേത് രാജ്യത്ത് പോയാലും തിരിച്ചൊന്ന് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഭാഗമാകാൻ വരാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അങ്ങനെ തുടങ്ങി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന എന്റെ പ്രവാസ ലോകത്തെ സഹോദരങ്ങളെ പ്രത്യേകം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഇനി ചുരുങ്ങിയ ദിവസമാണ്, 4 ദിവസക്കാലത്തിനപ്പുറത്ത് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. വരാൻ കഴിയുന്ന എല്ലാ സഹോദരങ്ങളും തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വരാൻ സാധിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. UDF സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിമിഷം ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. തൊട്ടടുത്ത നിമിഷം മുതൽ ഇവരുടെയൊക്കെ കുടുംബത്തിൽ ഒരു അംഗമായി എന്നെ ഏറ്റെടുക്കാൻ ഈ നാടും നമ്മളെ പ്രവർത്തകരും തയ്യാറായി എന്നത് അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. രാത്രി 12:30-1 മണിക്ക് നമ്മളുടെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആ സ്വീകരണ കേന്ദ്രങ്ങളിൽ കൈക്കുഞ്ഞുമായി വരുന്ന ഉമ്മമാരും അമ്മമാരും സഹോദരങ്ങളും ഒരു കാര്യം പറയുന്നുണ്ട്. നേരത്തെ KT സൂചിപ്പിച്ചു, മുനീർക്ക് സൂചിപ്പിച്ചു, 59 വർഷക്കാലത്തെ നാദാപുരത്തിന്റെ രാഷ്ട്രീയ ചിത്രം തിരുത്തുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് മെയ് 4-ാം തീയതി വരുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. ഈ നാടിന്റെ നട്ടെല്ല് പ്രവാസികളാണ്. ഏതാണ്ട് കഴിഞ്ഞ 59 വർഷക്കാലം ഒരേ മുന്നണിയിൽ ഒരേ കക്ഷി വിജയിച്ചു പോകുന്ന ഈ നാദാപുരത്ത് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഇടപെടൽ നടത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് മറുപടി. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ പ്രയത്നം കൊണ്ട്, നമ്മളുടെ കൂട്ടായ പ്രയത്നം കൊണ്ട് ഇവിടെ നിന്നൊരു ജനപ്രതിനിധിയാകാൻ സാധിച്ചാൽ ഈ നാടിന്റെ പ്രവാസികളെ ചേർത്ത് പിടിച്ച് പ്രവാസികളുടെ പ്രവാസി സഹോദരങ്ങൾ ശബ്ദമാകാൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നോർക്ക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രവാസികൾക്ക് ആശ്രയമാവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ജനപ്രതിനിധിയാകാൻ ഒരു അവസരം നിങ്ങൾ തന്നാൽ നോർക്കയുടെ സബ് സെന്റർ ഈ നാദാപുരത്ത് കൊണ്ടുവരാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പോയിട്ട് 6 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രവാസ ലോകം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് 6 മാസത്തെ പെൻഷൻ കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞത്. 6 മാസം പോയിട്ട് സാധാരണക്കാരന് 1 മാസത്തെ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഇവരിൽ നിന്ന് നമ്മൾ പ്രഖ്യാപനങ്ങൾ മാത്രം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, പ്രവാസ ലോകത്തെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി, പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് നാടിനാൽ സാധ്യമാകുന്ന, നമ്മളാൽ സാധ്യമാകുന്ന ക്ഷേമ പദ്ധതികൾ ഈ നാട്ടിലെ പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ മുൻകൈയെടുക്കാൻ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുന്നു.